എനിക്ക് ആ കേട്ട സംഭവം ഒന്നും അത്ര ജെന്യൂൻ ആയിട്ട് തോന്നിയില്ല. എനിക്ക് സിബിന്റെ റെസ്പോൺസസ് ഭയങ്കര ചൈൽഡിഷും ഓക്വേർഡ് ഒക്കെ ആയിട്ട് തോന്നി. സിബിൻ എന്നെ വിളിച്ചിരുന്നു. ആ എന്നിട്ട് സിബിൻ പറഞ്ഞൊന്നും അല്ല ഇപ്പൊ സിബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ പുതിയ സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്യണം. നമുക്ക് അതിനകത്ത് പുറത്ത് പോകണം എന്നൊരു ഫീൽ വന്നുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെപ്രാളം ആരംഭിക്കും. അപ്പൊ എവിടേക്ക് തൊണ്ടയില്ലാമത്തരം കാണിക്കുന്നതോട് കൂടെ ചേരുവാണ്. പിന്നെ ഈ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സോഷ്യൽ മീഡിയ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ്? ഓഡിയൻസിന് വേണ്ടിയിട്ട്. ഓഡിയൻസ് അറ്റൻഷൻ സീക്കിംഗ് ആണോ? എനിക്ക് ആ സമയത്ത് റോബിന്റെ അതിനകത്ത് ഗെയിം ഒന്നും ഇഷ്ടപ്പെടാതെ ഞാൻ തന്നെ ആലോചിക്കുകയാണ്, ഇങ്ങനത്തെ കുറെ ആളുകളുടെ ഇടയിൽ ചെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും, ആണ് എന്നെ കൊണ്ട് പറ്റൂല. അന്ന് ഞാൻ ഭയങ്കര ജോവിയലായിട്ട് ജീവിച്ചോണ, എൻ്റെ കൂട്ടുകാർ എൻ്റെ സറൗണ്ടിങ്സിനകത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. രജത് കുമാറിനെ പറ്റി ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അയാൾ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു ആളാണ്. അയാളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളും പിന്നെ ഒരു തരം ഈ ഒരു കപട സദാചാര സംഭവങ്ങളൊന്നും എനിക്ക് വ്യക്തിപരമായി ആശയപരമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആള്. പണവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ കാസ്റ്റിംഗ് ആവശ്യമായിട്ട് നടക്കുന്നതായിക്കോട്ടെ, ഇതിൽ എവിടെയൊക്കെയോ ഈ കണ്ടസ്റ്റൻസിന് തിരഞ്ഞെടുക്കുന്നതിന് എവിടെയൊക്കെ ഒരു ബാക്ക് ഡോർ പ്രോസസ് കൂടി എല്ലാം പോട്ടെ, അങ്ങനെ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അകത്ത് പോകുന്ന ആളെയാണല്ലോ ജഡ്ജ് ചെയ്യുന്നത്. അവർക്ക് പിന്നെ പുറത്തു നിന്നുകൊണ്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇത്രത്തോളം മൈൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ പിന്നെ എങ്ങനെയാണ് ഹിമാചലായിട്ടുള്ള ഒരു വിഷയത്തിൽ അതൊരു കയ്യാങ്കളിയിലേക്ക് മാറുന്നത്? ലോക്ക് ഇട്ട് എന്നെ പിടിച്ച് ഇതിന്റെ ഇടയിൽ വെച്ച് ശ്വാസം രീതിയിലേക്ക് കഴുത്തിന് പിടിച്ച് തള്ളുന്നത് എന്തിനാ നമുക്ക് കഴുത്തിന് പിടിച്ച് തള്ളി? അതായത് ഒരാഴ്ച പുറത്തു വന്നാലും രണ്ടാം ദിവസം പുറത്തു വന്നാലും എനിക്ക് ഇത്ര എമൗണ്ട് തരണം. മനസ്സിലായി? മിനിമം ഇത്ര എമൗണ്ട് തരണം. അല്ലാതെ അതിന്റെ അടുത്ത് മിനിമം എന്നെ ഇത്ര ദിവസം അകത്ത് നിർത്തണമെന്നല്ല. ഐ ആം ആൻ ആർട്ടിസ്റ്റ്, ഞാനൊരു പെർഫോമറാണ്. എന്നെ ഒരു വർക്കിന് വിളിച്ചാൽ ഞാൻ പോകും, അല്ലെങ്കിൽ എനിക്ക് ആ വർക്ക് ഇഷ്ടമില്ലായിരിക്കണം. എനിക്ക് ഇഷ്ടമില്ലാത്ത വർക്കൊന്നുമല്ല ബിഗ് ബോസ്. ശരിക്കും അത്തരത്തിലൊരു അൾട്ടിമേറ്റിന് ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ കുറെ കൂടി സാധ്യതയുണ്ടോ? ചർച്ച ചെയ്യപ്പെട്ട കണ്ടസ്റ്റൻസിനെല്ലാം കൂടെ ഒരു രക്ഷ കാണതില്ല, അടിപൊളിയായിരിക്കും. അങ്ങനെ ഒരു കോൾ വന്ന് പോവോ? ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. എവിടേക്കും നമ്മളെന്നുള്ളത് അറിയാം. നമ്മൾ എപ്പോഴെങ്കിലും ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ പിന്നീട് ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ നിലപാടുകളോ രീതികളൊക്കെ മാറിപ്പോണ പോലെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ട് അഭിപ്രായം പറയട്ടെ? ഇപ്പൊ എങ്ങനെയാണ് അവരെ ഓപ്പൺ ആയിട്ട് തന്തയ്ക്ക് വിളിക്കാൻ പറ്റുക? അപ്പൊ അവർ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് തന്തയില്ലായ്മത്തരാണ് കാണിച്ചത്, നിങ്ങൾ ചാനലുകളുടെ ഒരു മറുപടി കൊടുക്കേണ്ടേ? അല്ലെങ്കിൽ ആ മറുപടി ഈ ഒരു സംഭവത്തിന് പ്രതികരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന ഒരു വിവാദത്തിൽ ഇപ്പൊ അഖിൽമാരാർ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്നുള്ള രീതിയിലേക്ക് ചാനൽ അധികാരികൾ അല്ലെങ്കിൽ ഇതിന്റെ ക്രൂവോ സംഘാടകരോ പൊതുവായിട്ടൊരു അഭിപ്രായം പറയാൻ തയ്യാറായിട്ടില്ല. ഇല്ലല്ലോ, അവർ പറയില്ല. ഇല്ല. സോ അങ്ങനെ മറുപടി പറയാത്ത രീതിയാണ് സബിചേട്ടൻ പറയണേ, ഈ പറയുന്ന രീതി തന്തയില്ലായ്മത്തരാണെന്നുള്ളത്. അങ്ങനെ തന്തയില്ലായ്മത്തരം കാണിക്കുന്ന ഞാൻ പറഞ്ഞു സാബേട്ടൻ മുമ്പ് ഈ പ്രസ്താവനയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള സാബേട്ടൻ ഇതേ പ്രശ്നത്തില് ഇതേ പ്രതികരണം കാണിക്കാത്ത ചാനലിനെ തന്നെയാണ് പിന്നീട് വിളിച്ച് ഈ ഷോയിൽ എൻ്റർ ചെയ്തത്. അപ്പൊ എവിടേക്കോ തന്തയില്ലായ്മത്തരം കാണിക്കുന്നതോട് കൂടെ ചേരുവാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അങ്ങനെ പറഞ്ഞ ചാനലിനെ തന്തയ്ക്ക് പറഞ്ഞിട്ടുള്ള ഞാൻ പിന്നെ ഈ വിഷയത്തില് ഈ വർഷത്തെ ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ചാനൽ പ്രതികരിക്കാതിരിക്കുമ്പോഴും അതിനെ കുറിച്ച് അന്ന് ഞാൻ പറഞ്ഞപ്പോഴും അവർ പ്രതികരിച്ചില്ല. ഇന്ന് പറഞ്ഞാലും പ്രതികരിക്കില്ല, ആര് പറഞ്ഞാലും അവർ പ്രതികരിക്കില്ല. അവരുടെ ജോലിയല്ല ഇത്. പ്രതികരിക്കണമെന്നില്ല. എന്തിനു പ്രതികരിക്കണം? അത് അന്നേ ബോധ്യമുണ്ടോ? പിന്നെ ഉണ്ട്. ബോധ്യം ഉണ്ടായിട്ട് തന്നെ പറഞ്ഞ കാര്യമാണ്. പിന്നെ അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. അല്ല ഞാൻ ചാനലിനെ തന്തയ്ക്ക് വിളിക്കുന്നല്ലേ, അത് ഭയങ്കര തന്തയിലായി പോയി എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. ശരിക്കും നിന്ന് അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിനോട് തന്നെ യോജിച്ച് വീണ്ടും ഒരു എൻട്രിയിലേക്ക് പോകുന്നെന്ന് പറയുമ്പോൾ എന്താണ് അതെന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രയോഗമാണത്, ഭാഷാ പ്രയോഗമാണ്. മനസ്സിലായത്? എന്തോന്ന് അതിന് കുറെ പ്രയോഗങ്ങളുണ്ട്. തന്തയിലായ്മ, തരവഴിത്തരം കാണിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന മലയാളത്തിലെ പ്രയോഗങ്ങളാണ്. അത് ആക്ച്വലി അതൊരു പർട്ടിക്കുലർലി ഒരാളെയോ ഒരു സംഭവത്തിനെ പറയുന്നതാണത്. മനസ്സിലായി? അല്ലാതെ അതങ്ങനെ അവന് തന്തയ്ക്ക് വിളിച്ചു അങ്ങനെ എടുക്കേണ്ടതല്ല. അത് സ്റ്റേറ്റ്മെന്റ്, ജനറൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അങ്ങനെ കാണിക്കേണ്ട ആവശ്യകതയില്ല. അവർ കൃത്യമായിട്ട് അത് ഒഴിവാക്കുന്നതാണ്. അതിന്റെ അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യകതയും അവർക്കില്ല എന്ന് കൃത്യ ബോധ്യമുള്ള ഒരാൾ പിന്നെ ഈ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സോഷ്യൽ മീഡിയ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ്? ഓഡിയൻസിന് വേണ്ടിയിട്ട്. ഓഡിയൻസ് അറ്റൻഷൻ സീക്കിംഗ് ആണോ? എനിക്ക് ആ സമയത്ത് റോബിന്റെ അതിനകത്ത് ഗെയിം ഒന്നും ഇഷ്ടപ്പെടാതെ ആ സമയത്ത് ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട്.
സുനിത ദേവദോസുമായിട്ട്. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതാണ്, അല്ലാതെ ഞാൻ അങ്ങനെ അഭിപ്രായം പറഞ്ഞില്ല. മുമ്പ് മറ്റേ രജത് കുമാറിനെ പറ്റി പറഞ്ഞിരുന്നു. രജത് കുമാറിനെ പറ്റി ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അയാൾ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു ആളാണ്. അയാളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡുകളും പിന്നെ ഒരു തരം ഈ ഒരു കപട സദാചാര സംഭവങ്ങളൊന്നും എനിക്ക് വ്യക്തിപരമായി ആശയപരമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളല്ല. അപ്പം ഒരു ഭയങ്കര കൂട്ടം അയാളുടെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായി, കാരണം ഇത് നമ്മുടെ സൊസൈറ്റിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ആരാധിക്കാം, പക്ഷേ നമ്മൾ ആരാധിക്കുന്ന നമ്മൾ ഫാൻ ആകുന്ന ആളിൻ്റെ ആശയങ്ങളെ നിങ്ങൾ പിന്തുടരുന്നത് ശ്രദ്ധിച്ചു വേണം. കാരണം അതിൽ നിങ്ങൾ സ്വയം പഠനം നടത്തിയിട്ടേ പിന്തുടരാവുള്ളൂ. പക്ഷെ എവിടേക്ക് അവനവന്റെ യുക്തിബോധത്തിനനുസരിച്ചിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് അതനുസരിച്ച് പിന്തുടരാൻ അവകാശമുണ്ട്. ഒരു പക്ഷേ ആ വ്യക്തി അവർ പിന്തുടരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആശയങ്ങളോടുള്ള യോജിപ്പും കൂടിയാണെങ്കിൽ അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ ആകരുത് എന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായി? ആയിക്കൂടണമല്ലോ, ആകുമായിരിക്കും. പക്ഷെ കുറെ പേര് പറഞ്ഞില്ല, നമ്മൾ പുള്ളിയുടെ ഗെയിം ആസ് എ ഗെയിമറാണ് നമുക്ക് ഇഷ്ടം, അല്ലാതെ പുള്ളിയുടെ ആശയങ്ങളെയൊന്നും നമ്മൾ ഫോളോ ചെയ്യാറില്ല. പക്ഷെ പിൽക്കാലം ഞാൻ പറഞ്ഞത് തെളിയിച്ചു, അയാളുടെ ആശയങ്ങളുടെ പറയുന്ന ആളുകൾ പോയില്ല, കുറച്ച് ആളുകളൊക്കെ പോയുള്ളൂ. നേരത്തെ പറഞ്ഞ അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി പറയേണ്ടത് എന്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് എനിക്ക് തോന്നി. അതിലെ റോബിന്റെ സാധനം ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ റോബിനെ കുറെ കളിയാക്കിയൊക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് വിന്നർ ആയിട്ടുള്ള മൊമെന്റ് ഒക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ അലർന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോ പിന്നെ പക്ഷെ ആ സമയത്ത് എന്തോ റോബിനെ എന്തോ എന്നെ അമ്മയെ പറ്റി എന്തോ വേറൊരു കണ്ടസ്റ്റന്റ് എന്തോ എന്തോ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ചോദിക്കാതിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു ഇതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉപയോഗിച്ചൊരു പ്രയോഗമാണ് അത്. എവിടെയാണ് ഈ മുൻ സീസണിൽ തന്നെ വരുമ്പോ പറയുന്നു ഈ നിർദ്ദേശങ്ങൾ ഈ ഡ്രസ്സിനൊപ്പം വരെ വെച്ച് കിട്ടിയിരുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നു. അത് ആക്ച്വലി ഞാൻ ഇപ്രാവശ്യം അത് കേട്ടു. ഞാനിപ്പം ഗസ്റ്റ് ആയിട്ട് പോയിരുന്നു ഈ സീസണിൽ. അപ്പം ഞാൻ ശ്വേതയും കൂടെ. അപ്പം ഞാൻ അവിടുത്തെ ക്രൂവിൻ്റെ അടുത്ത് ചോദിച്ചു, എന്തോ സംഭവം, നിങ്ങൾ എന്തോ ഒരു നോട്ടീസ് അകത്ത് അയച്ചെന്ന് പറഞ്ഞ് വലിയ വിഷയമാണെന്ന് പറഞ്ഞു. അവിടുത്തെ ക്രൂ തന്നെ എൻ്റെ പുണ്യായിട്ട് അവിടെ നമുക്ക് ഈ പേഴ്സണൽ ഇത് വരും നോട്ട്സ്. ഇപ്പം ഞാൻ പറയാണ്, എനിക്ക് ഡ്രസ്സില്ലായിരുന്നു, അതിൽ തുടങ്ങാം ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഞാൻ ആ കൂടെ 2 ആഴ്ചത്തേക്കുള്ള ഡ്രസ്സും കൊണ്ടാണ് പോയത്. കാരണം 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരാനുള്ളതാണല്ലോ. അപ്പോൾ എനിക്ക് ആ കൂടെ 2-3 നിക്കറും കുറച്ച് ഉടുപ്പും ടീഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് എന്നെ ഇവന്മാര് പറഞ്ഞു വിടുന്നതുമില്ല, ഞാൻ അതിനകത്ത് പെട്ട്. തിരിച്ചു വരണം, പെട്ടെന്ന് വരണം എന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു മൈൻഡിലാദ്യം. പിന്നെ ഞാൻ തന്നെ ആലോചിക്കുകയാണ്, ഇങ്ങനത്തെ കുറെ ആളുകളുടെ ഇടയിൽ ചെന്ന് കിടന്നാൽ ഞാൻ ചെയ്യും, ആണ് എന്നെ കൊണ്ട് പറ്റൂല. കാരണം ഞാൻ ഭയങ്കര ജോവിയലായിട്ട് ജീവിച്ചു പോണ, എൻ്റെ കൂട്ടുകാർ എൻ്റെ സറൗണ്ടിങ്സിനകത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിച്ചു പോണിരുത്തനാണ്. അപ്പം എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള, പിന്നെ അതിനകത്ത് സിനിമയിലുള്ളവരൊക്കെ ആയിരിക്കും വരുന്നത് എന്നുള്ള. ഞാനൊരു വലിയ സിനിമക്കാരനൊന്നും അല്ലല്ലോ, ഞാൻ സാധാരണ ഒരു രക്ഷയാണ്. അപ്പം ഞാൻ എങ്ങനെ ഇവരുടെ അടുത്ത് സർവൈവ് ചെയ്യും എന്നൊക്കെയുള്ളൊരു ഇതും ഉണ്ട്. പക്ഷെ എനിക്ക് ഈ സാധനം എന്താണെന്ന് അറിയാനുള്ളൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക്. ഹൗ ദിസ് ഷോ റൺസ്. അങ്ങനെ ഞാൻ ടെലിവിഷനെ വളരെ ഗൗരവമായി നോക്കി കാണുന്ന ഒരാളാണ്, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡും എല്ലാം. അപ്പോൾ ഷോയിൽ ഞാൻ ചെയ്യുമ്പോഴും ഞാൻ ഇൻവോൾവ് ചെയ്ത് ചെയ്യും, എൻ്റെ ക്യാമറയുടെ മുമ്പിലും പറയലും താല്പര്യമുള്ള ആളാണ്. അങ്ങനെ ഒരു പ്ലാൻ. അപ്പം 2 ആഴ്ചയൊക്കെ മതി എന്നൊക്കെയുള്ളതാണ്. അപ്പം ഞാൻ മിനിമം ഗ്യാരണ്ടി ചോദിച്ചിരുന്നത് 2 ആഴ്ചയാണ്. അല്ല, ഞാൻ മിനിമം ഗ്യാരണ്ടി ചോദിച്ചത് എത്രയായിരുന്നു? ഒരു എക്സ് എമൗണ്ട്, അതായത് ഒരാഴ്ച പുറത്തു വന്നാലും 2-ാം ദിവസം പുറത്തു വന്നാലും എനിക്ക് ഇത്ര എമൗണ്ട് തരണം. മനസ്സിലായോ? മിനിമം ഇത്ര എമൗണ്ട് തരണം. അല്ലാതെ അതിന്റെ അടുത്ത് മിനിമം എന്നെ ഇത്ര ദിവസം അകത്ത് നിർത്തണമെന്നല്ല. പക്ഷെ നമുക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ പൈസയുടെ കാര്യത്തിൽ മാത്രമാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലെ? പക്ഷെ എവിടേക്കോ പലപ്പോഴും എന്നുള്ള രീതിയിലേക്കും അതിന്റെ കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്, ഇത്ര ദിവസം ആയിരിക്കും നിങ്ങൾ അവിടെ നിൽക്കേണ്ടി വരിക. അവർക്ക് ഇതെന്താ വിഷയം എന്നറിയാമോ? ഇവർക്ക് ഈ വിവരത്തിന്റെ കുഴപ്പമാണ്. ആ കോൺട്രാക്റ്റിൽ എഴുതി ക്ലോസ് ഉണ്ട്, ഏതാണ്ട് എൻ്റെ ക്ലോസ് ഏതാണ്ട് 170 പേജ് ഉണ്ടായിരുന്നു. ഈ 170 പേജും പിന്നെ എൻ്റെ വൈഫ് കുത്തിയിരുന്ന് വായിച്ചു. കാരണം എൻ്റെ വൈഫും ലോയറാണ്. അപ്പം ഞാൻ ഇത്രയും കുത്തിയിരുന്നു. ഞാൻ പറഞ്ഞു, ഇതെന്താന്ന് വെച്ചാൽ നോക്കാൻ പറഞ്ഞു. എൻ്റെ അതിനകത്ത് വേറെ ക്ലോസുകൾ ഉണ്ടായിരുന്നു, പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷനും വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എഴുതി വെച്ചു. കാരണം ഞാനൊരു വയലൻസ് ഉണ്ടാക്കുമെന്നൊക്കെയുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. ഈ ഫിസിക്കൽ അസോൾട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ലേ മത്സരാർത്ഥികളുമായിട്ട് എന്നുള്ള രീതിയിലേക്ക്? നമ്മൾ വാക്കുകൊണ്ടുള്ള പോരാട്ടം മാത്രം പാടുന്നു. അപ്പൊ അതിനകത്തൊരു ക്ലോസ് ഇതാണ്, വീക്കിലി ഇത്ര രൂപ. മനസ്സിലായോ? പിന്നെ ഒരു ഇതെന്ന് പറയുന്നത്, നിങ്ങൾ ഇത്ര ദിവസത്തിനകത്ത് പുറത്തിറങ്ങിയാലും ഇത്ര ദിവസം പൈസ തരും. അതായത് 30 days or 45 days കിട്ടും.
ഇത് എമൗണ്ട് തരും. അത് ഞാൻ ഫസ്റ്റ് വീക്കിൽ എവിക്റ്റ് ആയാലും എനിക്ക് 45 ദിവസം പൈസ തരും. അതിന്റെ അർത്ഥം 45 ദിവസം പൈസ തരുന്നതുകൊണ്ട് 45 ദിവസം അകത്ത് നിർത്തുമെന്നല്ല. എന്നുള്ളതില്ല. അല്ലല്ല, അങ്ങനല്ല. ആ ക്ലോസ് എന്ന് പറയുന്നത് ആദ്യത്തെ 7 അന്ന് പുറത്തു പോയാൽ 45 ദിവസം പൈസ തരും. ഈ അവിടെ പോയി കഴിഞ്ഞിട്ട് ഇതൊരു മൈൻഡ് ഗെയിമാണ്. ഈ പല രീതിയിലേക്കുള്ള ഈ പ്രഷർ വരുമ്പോൾ മനുഷ്യൻ മാറും, അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റാൻ പൊളിഞ്ഞെഴുതി പോകും എന്നുള്ള രീതിയിലേക്ക് ഉണ്ട് അല്ലെ. പക്ഷെ എവിടേക്കോ എന്നുള്ള രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് ഗെയിം ചെയ്തില്ലെങ്കിൽ ഒരു വ്യക്തിയായി നിൽക്കാൻ ശ്രമിച്ച സംഭവം എന്നുള്ള രീതിയിലേക്ക് എവിടേക്ക് ഈ ആളുകളുടെ പല രീതിയിലുള്ള ആക്രോശവും അല്ലെങ്കിൽ പല പ്രൊവോക്ക് ചെയ്യുന്ന രീതികളൊന്നും ഈ വില പോയിട്ടില്ലേ? അങ്ങനെയായിരുന്നോ? അത് നമ്മൾ അതിപ്പം ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളും എൻ്റെ സ്വഭാവവും എല്ലാമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ അതിനെ എങ്ങനെ എൻ്റെ തലച്ചോറ് ഉപയോഗിച്ച് ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ എടുത്ത ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒറ്റ സാധനമേ ഉള്ളൂ, ഇവിടുന്ന് പുറത്തു പോക്കില്ല. ഇല്ല, വിടൂല, പോകാൻ പറ്റൂല. അപ്പൊ എന്ന് പുറത്തു വിടുന്നു അങ്ങനെ പോവുക. ശരിക്കും ഇവിടുന്ന് പുറത്തു പോകാൻ തീരുമാനിക്കാത്ത ഒരാൾ, പക്ഷെ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള ക്ലോഷിൽ ആ നിയമ വ്യവസ്ഥകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫിസിക്കൽ അസോൾട്ട് വന്നു കഴിഞ്ഞാൽ പുറത്തു പോകേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഇത്രത്തോളം മൈൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ പിന്നെ എങ്ങനെയാണ് ഹിമാചൽ ആയിട്ടുള്ള ഒരു വിഷയത്തിൽ അതൊരു കയ്യാങ്കളിയിലേക്ക് മാറുന്നത് എങ്ങനെയാണ്? ഹിമയുടെ സംഭവം എന്ന് പറയുന്നത് കയ്യാങ്കളി ഒന്നും ആയൊന്നുമില്ല. അത് കൊങ്ങയ്ക്ക് പിടിക്കുന്നത്, പിന്നെ കൊങ്ങയ്ക്കൊന്നും പിടിച്ചൊന്നുമില്ല. പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചൊരു പുഷ്, മനസ്സിലായി? കൊങ്ങയ്ക്ക് പിടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. കൊങ്ങയ്ക്ക് പിടിക്കാന്ന് പറഞ്ഞാൽ ലോക്ക് ഇട്ട് എന്നെ പിടിച്ച് ഇതിന്റെ ഇടയിൽ വെച്ച് ശ്വാസം മുട്ടിക്കുക, കഴുത്തിന് പിടിച്ച് തള്ളുന്നത് എന്തിനാ ഞാൻ കഴുത്തിന് പിടിച്ച് തള്ളി? അവിടെ നിന്നുള്ള രീതിയിലേക്ക് വർത്താനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അടിക്കലാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നുമല്ല എന്റെ കയ്യില് സ്പ്രേ കുപ്പി വെച്ച് അടിച്ചു തന്നു. അത് വിഷ്വലിൽ കാണിക്കാത്തതാണോ? അപ്പൊ വിഷ്വലില്ലേ? അത് ഇല്ല, സ്പ്രേ വെച്ച് അവളുടെ കയ്യിലൊരു ഇതുണ്ട്, അവിടെ പൊട്ടുന്നുണ്ട്, ടേബിളിന്റെ അവിടെ പൊട്ടും. അത് എന്റെ കയ്യിൽ അടിച്ചത്, എന്റെ ഫിംഗറിൽ ഇവിടെ. എന്നിട്ട് നീരായിരുന്നു കൈക്ക്. ഇത് ഒരു ഭയങ്കര എക്സ്ക്രൂഷിയേറ്റിംഗ് ഒരു പെയിൻ ഇങ്ങനെ എന്ന് പറഞ്ഞു പോയി. അതിന്റെ റിയാക്ഷനാണ് ആ കാണിച്ചത്. പക്ഷെ ഇപ്പോഴും ഈ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ വിവാദമായിട്ടുള്ള സംഭവമായിരുന്നു ഈ സിജോ റോക്കി വിഷയം. പിന്നീട് അത് കേസിലേക്ക് പോകുന്നു പറഞ്ഞു. അല്ല, ഭയങ്കരമായിട്ട് ആക്ച്വലി അത് കേസ് കൊടുക്കേണ്ട സാധനം. അതൊരു ക്രൈം ആണ്, അതൊരു സീരിയസ് ക്രൈമാണ്. പിന്നെ തലയ്ക്ക് ഇത്തരത്തിലുള്ള പൊട്ടൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എടുക്കേണ്ട സെക്ഷൻ എന്ന് പറഞ്ഞാൽ വധശ്രമത്തിന് ചാർജ് ചെയ്യാവുന്ന കേസാണത്. ഇങ്ങനെയുള്ള ശ്രമങ്ങള് ഇപ്പൊ സിജോ റോക്കിന്റെ കാര്യത്തിൽ വരുന്നു, റോബിന്റെ വിഷയത്തിൽ വരുന്നു. ഇതിനൊപ്പം തന്നെ റോബിന്റേത് ആക്ച്വലി വലിയൊരു ഫിസിക്കൽ അസോൾട്ട് ഒന്നും പറയാം. അവിടെയാണ് വ്യത്യാസം വരുന്നത്. പക്ഷെ അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് അല്ല എന്ന് പറയുമ്പോഴും അവിടെ ഇല്ലാത്ത നീതി അവിടെ നീതിയല്ല, അവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗെയിം എനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞുതരാം അത് എന്താണെന്ന്. റോബിന് കിട്ടാതെ പോയ നീതിയൊന്നുമല്ല അത്. റോബിന്റെ സഹ കണ്ടസ്റ്റന്റ് പറഞ്ഞു എനിക്ക് പരാതി ഉണ്ടെന്ന്. മനസ്സിലായോ? ബിഗ് ബോസ് എന്നെ ഹിമയും വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു. വിളിച്ചു നിർത്തിയ മീൻസ് അവിടെ തന്നെ ഡൈനിങ് ടേബിളിന്റെ അവിടെ തന്നെ പരാതി ഉണ്ട് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ സിജോ പരാതിയില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അതിന്റെ തെറ്റിന് തെറ്റല്ലാതെ കാണുന്നില്ല. പറ്റില്ല. എന്താ കാര്യം അറിയാം? ശരിക്കും നമ്മള് ശരിക്കും എങ്ങനെ കാണണം ഇത് ആർക്ക് കിട്ടി എന്നുള്ള ആദ്യം ചോദിച്ചതിന്റെ മറുപടി പറഞ്ഞിട്ട് ബാക്കിയിലേക്ക്. എന്റെയും ഹിമയുടെയും തമ്മിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വിളിച്ച് ചോദിച്ചു. അവര് കണ്ടാണ് എനിക്ക് അടി കിട്ടുന്നത്. മനസ്സിലായ? അത് ടേബിളിലല്ല അടി വീണത്, എന്റെ ഫിംഗറിലാണ്. ഫിംഗറിൽ നിന്ന് തട്ടി ഫിംഗറിൽ അടിച്ച് ഡൈനിങ് ടേബിളിൽ അടിച്ചാണ് ആ വീശ് പോണത്. ആക്ച്വലി അവൾ എന്നെ അടിക്കാൻ വേണ്ടി വീശിയല്ല, അവള് ഇങ്ങനെ കാണിച്ചു. അവൾ വിചാരിച്ചില്ല എന്റെ കയ്യിൽ ഇത് ടച്ച് ആകുമെന്നുള്ളത്. അപ്പൊ ആദ്യം അടി കിട്ടിയ എനിക്ക് അത്രയും പെയിൻ ഉണ്ട്. അതിൽ ഞാൻ പിടിച്ച് പുഷ് ചെയ്തു. അതിലും അവർക്ക് ഇഞ്ചുറി ഒന്നും വന്നൊന്നുമില്ല. ഈവൻ ഒരു നെയിൽ മാർക്ക് പോലും വന്നില്ല. വിളിച്ചു. അപ്പം ഹിമ എന്നെ ആദ്യം പോയി പറഞ്ഞു എന്നെ പിടിച്ച കള്ളിയിൽ എനിക്ക് പരാതിയൊന്നുമില്ല എന്ന്. അപ്പം ഞാനിപ്പുറത്തോടെ എന്ന് പറഞ്ഞ് അങ്ങനെ പരാതി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അടി കിട്ടിയത് ഒരു പരാതിയൊന്നുമില്ല. അങ്ങനെ അവിടെ പരാതി കൊടുത്തെങ്കിൽ ഇതൊരു പരാതിയാവുമായിരുന്നു. പിന്നെ പരാതി ഇപ്പം അപ്പൊ ഞാൻ എണീറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ കൈക്ക് താണ്ട നീര് വന്ന് അടി കിട്ടി ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അലമ്പി കഴിഞ്ഞ ആ ഗെയിം അവിടെ വെച്ച് പൊളിയും. ഇടയ്ക്ക് എവിടേക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് നഷ്ടപ്പെടുന്ന സമയങ്ങൾ ഉണ്ടാവാം അല്ലേ? പിന്നെ അത് വെച്ച് നമ്മുടെ സീസണകത്ത് ഭയങ്കര ഫെയർ ആയിരുന്നാണ് എൻ്റെ ഒരു ഇതിപ്പം ഷിയാസ് ഒക്കെ ഭയങ്കര ഫിസിക്കലി ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് കളയും. അതുപോലെ സുരേഷ് ചേട്ടനും ഭയങ്കരമായിട്ട് ഫിസിക്കലി ആളുകളെ ഇതാക്കും. അപ്പോഴത്തേക്ക് നമ്മൾ തന്നെ ടക്ക് നമ്മളെ സെയിം ടീമാണെങ്കിൽ തന്നെ ഇല്ലല്ലോ ഇവിടെ സുരേഷ് ചേട്ടൻ വിടുന്ന് പറഞ്ഞാൽ സുരേഷ് ചേട്ടൻ വിടുക, അല്ലെങ്കിൽ ഷിയാസ് മതി നിർത്ത് എന്ന് പറഞ്ഞാൽ ഷിയാസിന്റെ പിണങ്ങി എവിടെയെങ്കിലും പോയിരിക്കും. അത് അവന്റെ ടീമുകാർ തന്നെ വഴക്ക് പറഞ്ഞ് മാറ്റി. അങ്ങനെയൊന്നുള്ളൊരു കണക്ഷൻ ഒന്നും ഇവിടെ ഇപ്പോൾ ഉള്ളവർക്ക് ഇല്ല. അതാണ് ഒരു പ്രധാന വിഷയം. കാരണം ഇത് ഭയങ്കര രസകരമായിട്ട് കൊണ്ടുപോകാൻ ഇത് വിജയിക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹവും ഈ വെറി പിടിച്ച കുറെ മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ചെയ്ത അകത്ത് പോയിട്ട്
ഞങ്ങൾ എല്ലാവരെയും ഇൻഡിവിജ്വലി പോയിരുന്ന് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ സ്നേഹത്തോടെ ഈ സാധനം വീട് മുമ്പോട്ട് കൊണ്ടു. പക്ഷെ അതിനുശേഷം പിന്നെ വലിയ വഴക്ക് മക്കാണോ ഒന്നും അവിടെ ഉണ്ടായില്ല. അതിന് മുമ്പ് സീസൺ 6 കണ്ടിരുന്നോ? മുമ്പ് റിവ്യൂ പറഞ്ഞിരുന്നു. കണ്ടിട്ട് ഇത്രയും വിവാദങ്ങളും പരാമർശങ്ങളും ഉണ്ടാവുന്നു. ഇതിൽ ശരിവെക്കുന്ന രീതിയിലേക്കായിരുന്നു ഈ ഷോ പോയിരുന്നു ഈ സീസണിൽ. പിന്നെ ഭയങ്കര അലമ്പല്ലായിരുന്നു, വഴക്കും ബഹളവും, എല്ലാ ദിവസവും തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ബഹളം. എന്തിന് ഈ മനുഷ്യരല്ലേ ഈ ജീവിതത്തിൽ ഇങ്ങനെയാണ്? ഇപ്പൊ ഞാൻ വഴക്കുണ്ടാക്കുന്ന ഒരുത്തനാണ്, പക്ഷെ ഞാൻ 24 മണിക്കൂറും വഴക്കുണ്ടായിക്കൊണ്ടുണ്ട്. കാര്യങ്ങൾ സൗമ്യമായിട്ട് പറയുന്നവരൊക്കെ ഒരുപക്ഷെ വാഴ എന്നും അല്ലെങ്കിൽ അധികാരി ഇടപെടുന്നില്ല എന്ന് പറയുന്നതും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ട് സ്ക്രീൻ സ്പേസ് കിട്ടും, ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടോ? എനിക്കറിഞ്ഞൂടാ. ഓരോ സമയത്ത് പോകുന്നവരുടെ കാഴ്ചപ്പാടുകളുടെ വിഷയമാണത്. അവരെങ്ങനെ ഇതിനെ നോക്കി കാണുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. മനസ്സിലായോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ബഹളം വെച്ചാലാണ് സ്ക്രീൻ സ്പേസ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെന്നിരിക്കുന്നത് ഒരു ഗെയിമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് സ്വയം ഒറ്റപ്പെട്ടതായിട്ട് ഇതാക്കുക. പിന്നെ ചില കണ്ടസ്റ്റൻസിൻ്റെ ഇതുണ്ടല്ലോ, നമുക്ക് അകത്തുനിന്ന് ഒരു ഭയങ്കര വെറുപ്പ് വരും. കാരണം അവർ കഴിക്കുന്ന മുഴുവൻ അജാതി അലമ്പായിരിക്കും. പക്ഷെ എന്നിട്ട് അവരൊരു വിക്റ്റിമായിട്ട് സ്വയം പോർട്രേ ചെയ്യും. അപ്പോൾ അവർക്ക് ആക്ച്വലി ഫാൻസ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? അതൊരു ഗെയിമാണ്, ഒരു പ്ലാൻ ചെയ്തുള്ള പരിപാടിയാണ്. പക്ഷെ അകത്തുള്ള മനുഷ്യർക്ക് ഇത് പറ്റുകയില്ല, അസഹനീയമായിരിക്കും. അവരെ ഇറിറ്റേഷൻ കാണിക്കുമ്പോൾ വെളി നിൽക്കുന്നവർക്ക് തോന്നും, അയ്യോ പാവം ആ പുള്ളിയിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് എല്ലാവരും, ഒന്നിലും ശരിക്കും നമ്മൾ ഈ കാണുന്ന രീതിയിലേക്ക്, ഇപ്പൊ കാണുന്ന ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ദൃശ്യങ്ങൾ ശരിക്കും പോർട്രേറ്റ് ചെയ്ത് കൊടുക്കപ്പെടുന്നുണ്ടോ? പിന്നെ അത് കണ്ടസ്റ്റൻസിന് അതും ഒരു തരത്തിൽ പാർഷ്യാലിറ്റി അല്ലേ? പാർഷ്യാലിറ്റി എന്നല്ല അതിനെ പറയണ്ടേ. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ ഷോ. അവർക്ക് ആ ഷോയെ ഡിസൈൻ ചെയ്യണ്ടേ. ഡിസൈൻ ഈ സീസണിലോട്ട് വരുന്നതിൽ ഇപ്പോൾ വിഷയം മെഡിസിനുമായി ബന്ധപ്പെട്ട തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഗിൽമാരാർ പരാമർശത്തിലേക്ക് വന്നു നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മൾ ഒരു പ്രതിസന്ധിയിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഒരു പരാതി പറഞ്ഞു കേട്ട ഒരാൾ അതിന് കുറെ കൂടി ബലം കൂടുന്നത് അതേ രീതിയിലേക്ക് അറിവുള്ള ഒരാൾ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടിയായിരിക്കും അല്ലെ? അപ്പൊ പ്രഥമ ദൃഷ്ടിയിൽ ഇതിലില്ലെങ്കിലും എവിടേക്ക് സാബുചേട്ടൻ വിളിച്ചിട്ട് ഗിൽമാരാർ പറഞ്ഞിട്ട് എനിക്കൊന്നുണ്ട് പറയാൻ, ഇനി നീ പറയുമ്പോൾ എന്നെ കൂടി പറഞ്ഞുതരാം അല്ലെ? അപ്പൊ അത് എനിക്ക് കൂടി അനുഭവം ഉണ്ടല്ലോ. എനിക്ക് അനുഭവം കേട്ട ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാനും പറഞ്ഞുതരാം എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എനിക്കുണ്ടെന്ന് അല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞുതരാൻ നിൽക്കുന്ന ഒരു സമയത്ത് അതിനെ ചൊല്ലി പിന്നീട് അത് വാർത്തകൾ വരുന്നു, ലൈവായി വരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് സാബുചേട്ടൻ ഇതിലോട്ട് ഷോയിലോട്ട് എൻട്രിയും പോകുന്നത്. എവിടേക്ക് ഒരു ആത്മവഞ്ചന തോന്നുന്നുണ്ടോ? കഴിഞ്ഞിട്ട് അഭിഷേക് വലിയ കാലതാമസവും ഇല്ല അല്ലെ? ദിവസങ്ങൾ തന്നെയാണ് ഇതിലൊന്നും അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല. എന്നെ ഇപ്രാവശ്യം വിളിച്ചു, ഞാൻ പോയി. അതുകൊണ്ട് മാത്രമാണ് ശരിക്കും എവിടേക്കോ ഒരു ആത്മവഞ്ചനം ഫീൽ ചെയ്തിരുന്നോ? ഐ മീൻ ഇത്തരത്തിൽ വിവാദം ഉണ്ടാവുന്നതിന് ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടെന്നുള്ളത്. ശരിക്കും സാബുചേട്ടന്റെ പേരുകൾ കൂടി അതിന്റെ ഒപ്പം വലിച്ചഴക്കപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നോ? ഇല്ല. ഐ ആം ആൻ ആർട്ടിസ്റ്റ്. ഞാനൊരു പെർഫോമറാണ്. എന്നെ ഒരു വർക്കിന് വിളിച്ചാൽ ഞാൻ പോവും. അല്ലെങ്കിൽ എനിക്ക് ആ വർക്ക് ഇഷ്ടമില്ലായിരിക്കണം. എനിക്ക് ഇഷ്ടമില്ലാത്ത വർക്കൊന്നുമല്ല ബിഗ് ബോസ്. ആർട്ടിസ്റ്റിനൊപ്പം തന്നെ എവിടെയൊക്കെയോ കുറച്ചും കൂടി പൊതുകാര്യങ്ങളിൽ പൊതുബോധമുള്ള സമകാലിക വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അല്ലെ? ഒരു ആർട്ടിസ്റ്റ് എന്നതിനൊപ്പം തന്നെ നല്ലൊരു വ്യക്തിയാവാൻ കൂടി ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വരുന്ന വിവാദങ്ങളിൽ സാബുചേട്ടന്റെ കൂടി പേര് വരുമ്പോ അതിനൊരു മറുപടി കൊടുക്കാൻ, ഒരു ക്ലാരിറ്റി കൊടുക്കണം എന്ന് തോന്നിയിട്ടില്ലേ? ഇല്ല. അങ്ങനെ ക്ലാരിറ്റി കൊടുക്കാൻ തോന്നില്ലെങ്കിൽ നേരത്തെ തന്നെ മറുപടി കൊടുക്കാൻ. എന്തെന്നറിയാമോ, എനിക്ക് ആ കേട്ട സംഭവം ഒന്നും അത്ര ജെന്യുവൻ ആയിട്ട് തോന്നിയില്ല. മനസ്സിലായി. എനിക്ക് സിബിന്റെ റെസ്പോൺസസ് ഭയങ്കര ചൈൽഡിഷും ഓക്വേർഡ് ഒക്കെ ആയിട്ട് തോന്നി. പിന്നെ സോ അങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്കും സാബുചേട്ടൻ വിളിച്ചു പറയേണ്ടത് ഇതിനെ എനിക്കും പറയാനുണ്ട്, അല്ലെങ്കിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നല്ലോ പറയണ്ടേ, ഇതിലൊന്നും ശരിയല്ല എന്നല്ല പറയണ്ടേ? എന്നെ വിളിച്ചിരുന്നു. സിബിൻ പറഞ്ഞൊന്നും അല്ല ഇപ്പൊ സിബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ പുതിയ സ്റ്റോറീസ് ഡെവലപ്പ് ചെയ്യണം. പക്ഷെ ഞാനത് പറയുന്നില്ല. സിബിൻ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു, എന്റെ വൈഫിനോട് സംസാരിച്ചിരുന്നു ഇറങ്ങിയ സമയത്ത്. എന്താ റിവീൽ ചെയ്യുന്നത്? അല്ല, സിബിൻ ആക്ച്വലി സിബിൻ കയ്യിൽ നിന്ന് പോയി അതിനകത്ത്. മനസ്സിലായ? നമുക്ക് അതിനകത്ത് പുറത്ത് പോകണം എന്നൊരു ഫീല് വന്നുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെപ്രാളം ആരംഭിക്കും. കാര്യം ഞാനത് ഒരിക്കൽ പേളിക്ക് വന്നു, ഇങ്ങനെ ഒരു പാനിക് അറ്റാക്ക് പോലെ. അത് ഏതാണ്ട് തീരാറാവുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഒരു ദിവസം പാനിക്കായി. പിന്നെ അത് കരച്ചിലായി, മറ്റേ ഈ വെപ്രാളം വരില്ലേ, ഇങ്ങനെ ഈ ശബ്ദം പുറത്തു വരാതെ ഇങ്ങനെ ഏങ്ങി ഇരിക്കൂലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. അപ്പൊ ഞാൻ പിന്നെ
പെലയുടെ കൈ പിടിച്ച് അവിടെ ഇരുന്ന് എത്രയോ നേരം, അതിനകത്ത് പിന്നെ സമയത്തിന് കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇരുന്ന് സമ്മാനിപ്പിച്ച്, ഇല്ല ഇനി ഇത് ഇത്ര ദിവസം കൂടെ ഉള്ളൂ, അത് കഴിയുമ്പോൾ പോവാമല്ലോ, ഇത്രയും നിന്നില്ല, കാരണം ഇവർ പുറത്ത് വിടത്തില്ല, കാരണം ശ്വാസം കിട്ടുന്നില്ലായിരുന്നു പേളിക്ക്, കാരണം അങ്ങനത്തെ ഒരു ഇത് വരും. അപ്പം എനിക്ക് തോന്നുന്നു ഈ സുബിൻ അല്ലല്ലോ, സിബിൻ അത്തരം ഒരു സ്റ്റേജിൽ പോയിട്ടുണ്ട്. ഞാൻ ക്രൂവായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ പോയ സമയത്ത് എന്തായിരുന്നു ആക്ച്വലി സംഭവിച്ചതെന്ന്. അപ്പോൾ സിബിൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ സിബിൻ പേടിച്ചു പോയി, മനസ്സിലായേ. കാരണം സിബിൻ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. കാര്യം ഏഷ്യാൻ്റെ ക്രൂവിനെയൊക്കെ അറിയാം, കാരണം കുറേ വർഷമായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അപ്പം സിബിൻ വിചാരിച്ചുകൊണ്ടും അവരെല്ലാം കൂടെ സിബിനെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി സപ്പോർട്ട് ചെയ്യുന്ന നോ, അവരതിൻ്റെ മെൻ്റൽ സ്ട്രെങ്തും കൂടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാലേട്ടൻ വന്നത് വഴക്കെന്താ പറഞ്ഞു, അങ്ങനെയാണ് എൻ്റെ കിളി പോണത്. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്, അങ്ങനെ പറഞ്ഞെങ്കിൽ ഓക്കെ ശരി, എന്നാൽ അടുത്ത തെറ്റെന്താണെന്ന് ഞാൻ ആലോചിക്കട്ടെ എന്നാണ്. എന്നാൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന കുറേ, എനിക്ക് സ്ഥിരം വഴക്ക് കിട്ടുമായിരുന്നു ലാലേട്ടൻ്റെ വഴക്ക് കിട്ടും. ഞാൻ ആലോചിച്ചാൽ ഓക്കെ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ എന്നോട് സാവു എന്തിനാണ് ഇങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, സാബുവിന് കുറച്ച് നന്നായിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ശരി, എന്നാൽ ഈ ആഴ്ച ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല മീൻസ് എന്തെങ്കിലും പ്രശ്നം വന്നാലും ഒഴിഞ്ഞു മാറിപ്പോവാന്ന് പറഞ്ഞു. ആഴ്ചയായിരുന്നു ഏറ്റവും കൂടുതൽ കലാപം അവിടെ നടന്നത്. അതുകൊണ്ട് അടുത്ത വീക്കെൻഡിൽ ലാലേട്ട വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ലാലേട്ട ഈ ആഴ്ച ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇതുവരെ നടന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ അടി ഈ കഴിഞ്ഞ ആഴ്ചയിലാണെന്നുള്ളത്. അതെന്താ സാബു? ഞാൻ നന്നായി, ഞാനൊരു മാറിയ മനുഷ്യനാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഒന്നിനുമില്ല എന്ന് പറയാം. സോ നമ്മൾ അങ്ങനെ എടുക്കണം. എനിക്ക് വേണമെങ്കിൽ ലാലേട്ട അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പാനിക് ആകാം, ഷോ എൻ്റെ ഇമേജ് എന്താകും, എൻ്റെ പുറത്തെ ഇമേജ് മാറിയോ, എന്ത് ഇമേജ്. അപ്പൊ സിബിനപ്പം മനസ്സിൽ വിചാരിച്ചാണ് ലാലേട്ട എങ്ങനെ ഉണ്ട്, അയ്യോ അപ്പൊ എനിക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും, എൻ്റെ ജീവിതം തകർന്നു എന്നുള്ള രീതിയിൽ. എനിക്കൊന്ന് അവൻ്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന പൂജ, ഇത് കണ്ട ഉടനെ പൂജ അമ്മേ എനിക്ക് തലകറങ്ങുമെന്നും പറഞ്ഞു പൂജ അപ്പുറത്ത് ചരിഞ്ഞു വീണ്. കാരണം അതിൽ നിന്ന് പുറത്തു പോകാൻ സിബിൻ കാണിക്കുന്ന വെപ്രാളോടെ കണ്ടപ്പോഴത്തേക്ക് ആയിരിക്കണം പൂജ കുഴഞ്ഞു വീണു. അതൊരു സ്ട്രാറ്റജിയാണ്. നമുക്ക് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അങ്ങനെ വയ്യ എന്ന് പറയുമ്പോഴും ഫിസിക്കലി ഓക്കെ അല്ലാതെ ആവുമ്പോൾ സമയത്താണ് ഈ മെഡിസിന്റെ വിഷയം പറയുന്നത്. ഫിസിക്കലി ഓക്കെ അല്ലാതെ വന്ന പൂജയെ ഞാൻ ചോദിച്ചാൽ എന്നിട്ട് നിങ്ങൾ ആശുപത്രി ഒന്നും കൊണ്ടുപോയില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ കൊണ്ട് MRI സ്കാൻ വരെ എടുത്ത് എന്ന് പറഞ്ഞു. MRI സ്കാൻ എന്ന് പറയുന്നത് അസുഖം ഉണ്ടോ എന്നറിയാനുള്ള ഇതാണ്. അപ്പൊ അങ്ങനെ ഡയഗ്നോസ് എന്ത് ഡയഗ്നോസ് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും വെളിയിൽ വന്ന് രണ്ടിൻ്റെ പൂജ ഡാൻസ് കളിച്ചു, ഡിസ്ക് ഇല്ലാത്ത പൂജ. അപ്പൊ എനിക്ക് അതൊരു പിന്നെ അങ്ങനെയൊന്നും മരുന്ന് കൊടുക്കാൻ പറ്റൂല. ഈ പ്രാവശ്യം ഞാൻ പോയപ്പം എനിക്ക് കാലിന് പെയിൻ ഉണ്ടായിരുന്നു, പെയിൻ കില്ലർ ചോദിച്ചു. അപ്പം 100 mg വരെ എനിക്ക് തന്നത് 25 mg. അപ്പം ഞാൻ ഈ 25ന്റെ 3 വെച്ചിട്ട് കഴിച്ചു. അപ്പോഴും 75 ഉള്ളു, അതിന് ഗുളിക തീർന്നു പോയി. 2 ദിവസം പിറ്റേ ദിവസം തീർന്നു. അമ്മൻ എനിക്ക് പെയിനുണ്ട്, സിവിയർ പെയിനാണ്, ഞാൻ ഞൊണ്ടി നടക്കുന്നത്, ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് വീണ്ടും കുറേ മണിക്കൂർ കഴിഞ്ഞപ്പം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു തന്ന ടാബ്ലറ്റ് എവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ച്. അല്ല നിങ്ങൾ ഒരെണ്ണം വെച്ച് അമ്മന്ന് പറയണത് നിൽക്കില്ലെന്ന് എനിക്കറിയാം, എന്നെ ഞാൻ കഴിക്കുന്നതിൻ്റെ എത്ര mg ആണെന്ന് എനിക്കറിയാമല്ലോ. സംഭവം അമ്മ കിട്ടിക്കാണില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അവരാണ് കിഡ്നി അടിച്ചു, അതുകൊണ്ട് തരത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഏതെങ്കിലും തരാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു ഗുളിക പറഞ്ഞു. എന്നാൽ ഇതിനെക്കാട്ടിയും ഹെവി ആയിട്ടുള്ള പെയിൻ കില്ലറാണ് ഞാൻ രണ്ടാമത് ചോദിച്ചത്, അതവർ തന്നു. അയ്യ ഇത് അങ്ങനെയൊന്നും ഗുളികയൊന്നും തരയോ പിന്നെ അങ്ങനെ കൊണ്ട് സൈക്കോളജി സൈക്കാട്രി അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണം, ഡേഞ്ചർ അല്ല, ഈ പെയിൻ കില്ലേഴ്സ് എല്ലാം കിഡ്നിയും ലിവറിനെയൊക്കെ ബാധിക്കും. അങ്ങനെ ഇല്ലെങ്കിൽ ഒരു ആരോപണം മാത്രമാണെങ്കിൽ ആൾക്ക് ഇതുപോലെ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന പോലെ ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നു, അല്ലെങ്കിൽ ഇതിനൊരു കംപ്ലൈന്റ് കൊടുത്തതിന് പറയുന്നു, ഇതൊരു നിയമത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ ലീഗിൽ ഇത് മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതിനൊരു ശരിയായ വശം ഉണ്ടായിരിക്കും. എഫ്ഐആർ ഇട്ട് കേസെടുത്ത് അന്വേഷിക്കട്ടെ. അങ്ങനെ പിന്നെ സൈക്കാട്രി മെഡിസിൻ കൊടുത്ത് ബേസിക്കലി എന്തിനാ അവരൊരു കണ്ടസ്റ്റന്റിനെ അങ്ങനെ പുറത്താക്കി കളയണം? ഇറ്റ്സ് എ വെരി ബിഗ് ഷോ. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം മുഴുവനുള്ള ഒരു ഷോയാണ്. ഇറ്റ്സ് ആൻ ഇന്റർനാഷണൽ ഷോ.
ആ ഷോയില് ഭൂഗോളത്തിന്റെ ഏതോ അറ്റത്ത് കിടക്കുന്ന ഒരു കുത്തിന്റെ അത്രയും പോലും ഇല്ലാത്ത കേരളത്തിലെ ഒരു ലോക്കൽ ഭാഷയിൽ വന്ന് ഈ ഷോ ചെയ്തിട്ട് അവരെന്തിനാ ഷോയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തി കളയണം? പക്ഷെ അങ്ങനെ ഇന്റർനാഷണൽ ഷോയാണ് ആ ഷോയുടെ ക്രെഡിബിലിറ്റി എന്തിനു കളയണമെന്ന് ചോദിക്കുന്ന അതേ സാബുചേട്ടൻ തന്നെയാണ് ഇതുമായി പണവുമായി ബന്ധപ്പെട്ട് എന്നുള്ള രീതിയിൽ ചോദിച്ചു എന്നുള്ള കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നത്. അത് ആ ഷോയുടെ അകത്തെ കാര്യമല്ല, മനസ്സിലാക്കണം. ഷോയുടെ ക്രൂ എന്നുള്ള മെമ്പേഴ്സ് മെമ്പേഴ്സ് അല്ലേ ഷോയിലെ ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗത്ത് നിന്നോ സെലക്ഷൻ പ്രോസസ്സിലോ ഒക്കെ ചിലപ്പോൾ സാമ്പത്തികത്തിന്റെ സാധനങ്ങൾ അത് ബാധിക്കുന്നത് ശരിക്കും ഷോനെ തന്നെയല്ലേ? അതെങ്ങനെ ഷോയെ ബാധിക്കും? അകത്ത് എന്നതിന് ശേഷം ഈ ഷോയ്ക്ക് എങ്ങനെ ബാധിക്കണം? ഒരു ബോഡി അകത്ത് കൊടുക്കുകയാണ്, ആ ബോഡി എന്ത് ചെയ്യുന്നു എന്നുള്ള ഇതും തമ്മിൽ ഒരു കണക്ഷൻ. പണവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ അല്ലെങ്കിൽ കാസ്റ്റിംഗ് ആവശ്യമായിട്ട് നടക്കുന്നതായിക്കോട്ടെ, ഇതിൽ എവിടെയൊക്കെയോ ഈ കണ്ടസ്റ്റൻസിന് തിരഞ്ഞെടുക്കുന്നതിന് എവിടെയൊക്കെ ഒരു ബാക്ക് ഡോർ പ്രോസസ് കൂടി ഉണ്ട്. എല്ലാം പോട്ടെ, അങ്ങനെ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ അകത്ത് പോകുന്ന ആളെയാണല്ലോ ജഡ്ജ് ചെയ്യുന്നത്. അവർക്ക് പിന്നെ പുറത്തു നിന്നുകൊണ്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവിടെയും നടക്കുന്ന ഈ ഫേവറേറ്റ്സ് നടക്കുന്നു എന്ന് പറയുന്നത് കാരണം ഒരു തരത്തിലും ക്രൂവിനെ കാണാൻ പറ്റില്ല. ഈ അത് കാണാൻ പറ്റില്ല എന്നുള്ള സ്ക്രീനിൽ വരുന്നതല്ലേ? പക്ഷെ കണ്ടസ്റ്റൻസ് പറയുന്ന അവിടെ സ്ലിപ്പ് കിട്ടുന്നു, നിർദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ പറഞ്ഞില്ല. അപ്പൊ നമുക്ക് അത് വേറെ എങ്ങനെ ടോപ്പിക്ക് മാറിപ്പോയി. ഇപ്പൊ ഞാൻ എന്നിട്ട് പോയി ഡ്രസ്സ് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, കുറെ പ്രാവശ്യം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ വീക്കെൻഡ് ഡ്രസ്സ് കാണുന്നില്ല, വന്നില്ല. കാരണം അങ്ങനെ ഉണ്ട് അവർക്ക്. ഈ വരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ 10-100 ഡ്രസ്സൊക്കെ ആയിട്ടാണ് വരുന്നത്. എവരി വീക്കെൻഡിൽ ലാലേട്ടം വരുമ്പോൾ ഇടാൻ വേണ്ടിയുള്ള ഗൗണുകൾ, അങ്ങനെ പെൺകുട്ടികൾ ഗൗണുകൾ, മെയിൽ കണ്ടസ്റ്റൻസ് സ്യൂട്ട്, അത് ഇതൊക്കെ കൊണ്ടുവരും. യാദിക്കർ ബനിയനും ഒക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. കാരണം എൻ്റെ ഇല്ല, സാധനമില്ല. എനിക്ക് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞുകൂടാ, എനിക്കിങ്ങനെ വീക്കെൻഡിൽ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ട്രേക്കകത്ത് അവർ നിങ്ങളുടെ വീക്കെൻഡ് വസ്ത്രം വന്നിട്ടില്ല എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നിങ്ങൾ മറ്റേ സ്റ്റോർ റൂമിലേക്ക് വരിക എന്ന് പറയും. അതിനകത്ത് എന്ന് നോക്കുമ്പം ഇതിരിക്കും, വന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങി വരും. ഇതാണ് പ്രോസസ്. അത് നമ്മൾ എടുക്കേണ്ടതല്ല. കാരണം പേപ്പർ നമ്മളെ സമയത്ത് ഒരു പേപ്പറും ഇല്ലാതെ കൊണ്ടുവരാൻ സമ്മതിക്കില്ലായിരുന്നു. തിരിച്ചുകൊണ്ട് വയ്ക്കാൻ പറയും, ഒളിച്ചെടുത്താൽ പോലും തിരിച്ചുകൊണ്ട് വെപ്പിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ എന്തോ ഒരു നോട്ട് വന്നു, ഈ കണ്ടസ്റ്റന്റ് അത് മടക്കിയിട്ട് മറ്റേ ലേപ്പലിന്റെ പൗച്ചില്ല അതിലെന്തോ വെച്ചു. അതാണ് ഈ ബഹളം മുഴുവൻ. പക്ഷെ അത് മുൻ ഇതില് 3rd സീസണിൽ ഇതുപോലെ പേപ്പർ വന്ന് മത്സരാർത്ഥി ഇതൊരാൾ കണ്ടു, ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ആളത് എടുത്തിട്ട് വായിൽ വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇത് എഴുതിയത് ഡ്രസ്സിനെ കുറിച്ചാണെങ്കിൽ അല്ലെങ്കിൽ അതാണെങ്കിൽ പിന്നെ അത് ഹൈഡ് ചെയ്യേണ്ട കാര്യമോ അതില്ലാതാക്കേണ്ട കാര്യമല്ലോ. അങ്ങനെ ഇൻഫർമേഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഞാനിത് വെളുപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, അങ്ങനെ ഇൻഫർമേഷൻ ഒന്നും പാസ് ചെയ്യില്ല. പക്ഷെ എവിടേക്ക് ഈ സീസണിൽ പോയ സമയത്ത് അതെല്ലാ സീസണിലും അല്ല, ഇപ്പൊ ചലഞ്ചറായി പോയെന്ന ഒരാൾ കൂടിയാണ് അല്ലെ? ചലഞ്ചറായിട്ടല്ല പോയത്. ഞാൻ എന്തിനു ചലഞ്ച് ചെയ്യണം? ഞാൻ വിന്നറാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയിരുന്ന വിന്നേഴ്സ് അല്ല, അവർ ഓൾറെഡി അവർ പ്രൂവ് ചെയ്യാൻ പറ്റാതെ പുറത്തു പോയവരാണ്. മനസ്സിലായോ? ഞാനെന്ന് പറയുന്നത് വിൻ ചെയ്ത ആളാണ്. ഞാൻ അവരെ ചലഞ്ച് ചെയ്യാൻ പോവില്ല. എന്തിനു ഞാൻ ചലഞ്ച് ചെയ്യണം ഈ പുതിയ പിള്ളേരെ? എന്തായിരുന്നു ഐ ഓൾറെഡി വോൺ ദ ഷോ. എന്തായിരുന്നു കർത്തവ്യം അവിടെ കയറുന്നതിന്? ആ ഗസ്റ്റിനൊപ്പം പ്രത്യേകിച്ച് ഒന്നൊരു പോയിന്റോ ടാർഗറ്റോ തന്നിട്ടുണ്ടായിരുന്നില്ല. ഒന്നുമില്ല. ഇല്ല. സോ ഗസ്റ്റ് എന്നുള്ളതിൽ എവിടേക്കും ഇവരെ രീതിയിലേക്ക് അഡ്വൈസ് ചെയ്യാൻ മാത്രമാണോ പോയത്? പിന്നെ ഗസ്റ്റ് അതിനകത്ത് പോവാ, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം. ഇങ്ങനെ ഇത്രത്തോളം ഗസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഇത്രയും ജനസ്വീകാര്യത പുറത്തുള്ള 2 വ്യക്തികളാണ്. അവിടെ പോകുന്ന സമയത്ത് ഏതെങ്കിലും കണ്ടസ്റ്റൻസിനോട് ഒരു ഫേവറായിട്ട് സംസാരിക്കുകയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്തുകൊണ്ട് തോന്നുന്നു. ഇല്ല, ചെയ്യില്ല. ഇല്ല. പക്ഷെ പുറത്തു പോകുന്ന സമയത്ത് കൂടുതൽ വാർത്തകൾ വന്നത് ജാസ്മിൻ ഫേവറായിട്ട് സംസാരിച്ചിരുന്നു എന്നുള്ള രീതിയിലേക്കാണ് വന്നിരുന്നത്. കുറെ കൂടിയും ഫേവറിസം കാണിക്കുന്നു സംസാരത്തിലും. ഇല്ല, അത് ഞാൻ ചെയ്യില്ല. കാര്യം അത് ഭയങ്കര മര്യാദകേടാണ്. കാര്യം ഇത് അവരുടെ ഗെയിമാണ്, മനസ്സിലായ? ഞാൻ അതിൽ ചെന്ന് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ശരിയല്ല. അവിടെ എല്ലാവരോടും സംസാരിച്ചു. പിന്നെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ജിൻഡോയോടും ജാസ്മിനോട്. കാരണം രാത്രി മുഴുവൻ ഇവർ വന്നിരുന്നിട്ട് ഇവർ തമ്മിലുള്ള കഥകൾ പറയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. ഭയങ്കര രസമായിരുന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു വെളുക്കായിരുന്നു. ഞാൻ ചിരിച്ചിട്ട് എന്റെ ഊപ്പടളായി പോയി. ഇതെവിടേക്കോ ഇത്രയും സീൻസ് വരുമ്പോൾ ഓരോ വർഷം ഇത്രത്തോളം വിവാദം വരും. പ്രത്യേകിച്ച് ഈ വർഷം കൂടുതലായി കണ്ടതാണ്. എവിടേക്ക് ഷോ ഇത് സെൻസർ ചെയ്യണം എന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല. ഇതെന്താ വിഷയം എന്നറിയാമോ? നിങ്ങൾ ഈ കാണുന്ന ആളുകളുടെയും ഈ പറഞ്ഞ പോലെ റിവ്യൂ ചെയ്യുന്ന മനുഷ്യരുടെയൊക്കെ ഒരു അത് അവരുടെ ചിന്താഗതിയുടെ വിഷയമല്ലല്ലോ. നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ അൾട്ടിമേറ്റ് വരും എന്നുള്ളത്. ശരിക്കും ഇതൊരു വാർത്തകൾ നിൽക്കാന്നല്ലാതെ അത് സംഭവിക്കുന്നില്ല. ശരിക്കും അത്തരത്തിലൊരു അൾട്ടിമേറ്റിന് ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ കുറെ കൂടി സാധ്യതയുണ്ടോ? കാരണം പ്രത്യേകിച്ച് ഓരോ സീസണിൽ വിന്നർ ആവുന്നു, അല്ലെങ്കിൽ ചില മത്സരാർത്ഥികൾ പിറ്റേ സീസണിൽ വരുമ്പോൾ ആ മത്സരാർത്ഥി ഈ സീസണിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി കിടക്കിയേനെ എന്ന് പറയുന്നു. ശരിക്കും ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന് ഒരുമിച്ച് ഒരു ഹൗസിനകത്ത് കൊണ്ടുവരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? ശരിക്കും അതിനുള്ള സാധ്യത ചർച്ച ചെയ്യപ്പെട്ട കണ്ടസ്റ്റൻസിനെല്ലാം കൂടെ ഒരു രക്ഷ കാണതിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഒരു കോൾ വന്ന് പോവോ?
അതിൽ ഈ ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്ത് വിന്നേഴ്സിനെ വിളിക്കില്ലല്ലോ. അല്ല, ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊന്ന് സാമൂഹ്യം തന്നെയായിരിക്കും. അതെ, പക്ഷേ ബിഗ് ബോസ് അൾട്ടിമേറ്റ് കോൺസെപ്റ്റിനകത്ത് വിന്നേഴ്സ് ഇല്ല. വിന്നർ ആകാതെ പോയവരെ വിളിക്കുള്ളൂ. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് പ്രത്യേകം ചർച്ച ചെയ്തില്ല. ഇപ്പോൾ വിന്നർ അങ്ങനെ ചർച്ച ചെയ്താലും വിന്നർ ആയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരില്ല. ഇല്ല, അങ്ങനെ കൊണ്ടുവന്നാലോ? വിളിക്കില്ല. ഇല്ല. വിന്നേഴ്സിന്റെ കൂടെ തൊട്ട് താഴോട്ടുണ്ടായിരിക്കുന്ന ആളുകളില്ലേ, അവരെ വിളിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ശരിക്കും ഒരു വിന്നേഴ്സിന് ചേർത്തിട്ട് എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഷോ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇല്ല. പോയിന്റ് തന്നെ പെയിന്റ് ട്രോമ മാറിയിട്ടില്ല. ഇത് വേറൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. ഉണ്ട്, അത് റിക്കവർ ചെയ്യാൻ കുറച്ച് പാടാ. അത് ഭയങ്കര മെന്റൽ ഡാമേജ് ഉണ്ടാക്കുന്ന സാധനമാണ്.